ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ആരോപിച്ച് ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. വണ്ടാനം വൃക്ഷവിലാസം തോപ്പ് സ്വദേശികളായ മനു സൗമ്യ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. വിവരങ്ങളുമായി രഘുനാഥ് നാരായൺ ചേരുന്നു. മൂത്രത്തിപ്പഴുപ്പിൻ്റെയാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആയിട്ടില്ല PV ചെയ്തു, ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തി. കുഞ്ഞ് കരഞ്ഞ് ബ്ലീഡിങ് ശരിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് വൈകി സഹിക്കാൻ വയ്യ ഡോക്ടറെ. അന്നേരമാണ് അവർ നോക്കുമ്പോൾ ഇനി അടുത്തു പെട്ടെന്ന് തന്നെ പ്രസവിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ മൊത്തം ബ്ലീഡിങ്ങും കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞിരുന്നു. രഘുനാഥ് നാരായൺ ചേരുന്നു. ഗുഡ് മോർണിംഗ് രഘു. ഇത് ആലപ്പുഴയിൽ ഈ തൊട്ടടുത്ത് ഇതിന് തൊട്ട് മുൻപും ഇതുപോലെ ഒരു സംഭവം നടന്നിരുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് മരണമുണ്ടായത്. ഇത് വീണ്ടും ഇതാ ഒരു നവജാത ശിശുവിന്റെ മരണമാണ്. എന്തുകൊണ്ടാണ് നിരന്തരമായി ഇത്തരത്തിൽ സംഭവിക്കുന്നത്? ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയോ അന്വേഷിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ചികിത്സാ പിഴവിനെ തുടർന്ന് 3 മരണം ഉണ്ടായതിനെ തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ തിരുവനന്തപുരത്ത് യോഗം വിളിക്കുകയും ജനപ്രതിനിധികളും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുൾപ്പെടെ വിപുലമായ യോഗം ചേർന്ന് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് വീണ്ടും ചികിത്സാ പിഴവെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് പ്രസവത്തിനായി സൗമ്യയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 28-ാം തീയതി വൈകുന്നേരത്തോടുകൂടി സൗമ്യയ്ക്ക് പ്രസവവേദന ഉണ്ടായിട്ടും ലേബർ റൂമിലേക്ക് മാറ്റിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് വാർഡിൽ തന്നെ സൗമ്യ പ്രസവിക്കുകയും കുട്ടിയെ ICUവിലേക്ക് മാറ്റുകയും പിന്നീട് സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. കുട്ടിക്ക് ശാരീരികമായ ആരോഗ്യപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ICUവിലേക്ക് മാറ്റുന്നു എന്നുള്ളതായിരുന്നു വിശദീകരണം. ഈ 8 ദിവസത്തിനിടെ ഒരു തവണ പോലും കുട്ടിയെ രക്ഷിതാക്കളെ കാണിച്ചില്ല. മാത്രമല്ല മുലയൂട്ടാനുള്ള അനുവാദവും നൽകിയില്ല. ഇന്നലെ രാത്രിയോടുകൂടി കുട്ടി മരിച്ചു. ഇതിനെ തുടർന്നാണ് ബന്ധുക്കൾ പുലർച്ചെ വരെ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. സാധാരണ നിലയിൽ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നത് പോലീസിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പരാതി നൽകുക എന്നുള്ളതാണ്. ആ പരാതി അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ചികിത്സാ പിഴവ് ആരോപണം ഉയർന്ന പരാതിയിൽ എന്താണ് നടപടി ഉണ്ടായതെന്ന് നമ്മളെല്ലാം കാണുന്നതാണ്. കേരളത്തിലല്ല, ലോകത്തിൽ ഒരിടത്തു പോലും ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ പിഴവ് മൂലമാണ് മരണമുണ്ടായതെന്ന് ഒരു ഡോക്ടർമാർ പോലും ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. അത്രയ്ക്ക് വലിയ വർഗസ്നേഹമാണ് ഈ വിഭാഗത്തിലുള്ളത്. പക്ഷേ ഇതിന്റെ എല്ലാം ഇരകളാകുന്നത് സാധാരണക്കാരാണ്. നടപടിയെടുക്കേണ്ട സർക്കാർ സംവിധാനം ഒന്നും ഇതുവരെ യാതൊരുവിധമായ നടപടി എടുത്തിട്ടില്ല. നമ്മൾ തന്നെ എത്ര മെഡിക്കൽ ചികിത്സാ പിഴവ് മൂലം ജീവിതം ദുരിതത്തിലായ എത്രയോ പേരുടെ കഥകൾ നമ്മൾ തന്നെ എത്രയോ തവണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തവണ പോലും അതിനകത്ത് ഒരു ഇടപെടൽ പോലും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന അതിസാധാരണക്കാരായ മനുഷ്യരുടെ ഏക ആശ്രയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അവിടെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആശുപത്രി പൂർണ്ണാർത്ഥത്തിൽ മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. വളരെ നല്ല സംവിധാനങ്ങളുണ്ട്, മികച്ച ചികിത്സയാണ് ലഭിക്കുന്നത്. പക്ഷേ ശരിയാണ് രഘു, നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല. എല്ലാവരും ഇതുപോലെയാണെന്നോ നിരന്തരമായി ഇത് മാത്രം സംഭവിക്കുന്നോ എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ നിരന്തരമായി ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നത് തള്ളിക്കളയാനാവാത്തതാണ്.